സൈബർ സെക്യൂരിറ്റി മിത്സ് പാർട്ട് 2. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പബ്ലിക് വൈഫൈസ് ഉണ്ട്. അത് ഇപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഗവൺമെന്റ്സ് ആണെങ്കിലും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊവൈഡ് ചെയ്യുന്ന പബ്ലിക് വൈഫൈസ് ഒരിക്കലും സേഫ് അല്ല. ചിലരുടെ ചിന്താഗതി ഉണ്ട് പബ്ലിക് വൈഫൈസിന്റെ അത് പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് സേഫ് ആണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒന്നും സേഫ് ആവുന്നില്ല. ബിക്കോസ് നിങ്ങളൊരു വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈഫൈ കണക്ട് ചെയ്യുന്ന ഒരുപാട് വേറെ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അതുവഴി നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഒരു കണക്ഷൻ എടുക്കാൻ എളുപ്പമായിരിക്കും. സോ പബ്ലിക് വൈഫൈക്കകത്ത് പാസ്വേഡ് ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും സേഫ് ആകുന്നില്ല. നിങ്ങൾ ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ എടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പബ്ലിക് വൈഫൈ ഉപയോഗിച്ചേ പറ്റത്തുള്ളെങ്കിൽ നിങ്ങളൊരു VPN അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മിനിമം സെക്യൂരിറ്റി എങ്കിലും ഉണ്ടെന്ന് ഉറപ്പാക്കി വെച്ചിട്ട് മാത്രം പബ്ലിക് വൈഫൈസ് ഉപയോഗിക്കാം. ആൻഡ് മിത്ത് നമ്പർ 2, എല്ലാ സൈബർ ക്രിമിനൽസും സോഫിസ്റ്റിക്കേറ്റഡ് ഹാക്കേഴ്സ് ആണെന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ സൈബർ ക്രിമിനൽസിന് ഒരുപാട് നോളജ് ഉണ്ടായിരിക്കണമെന്നില്ല. അവർക്ക് ജസ്റ്റ് അവരൊരു ടൂൾസ് വെച്ചിട്ടായിരിക്കും നിങ്ങളെ ഹാക്ക് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ഡെയിലി സിനിമാക്കാരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എപ്പോഴും ഹാക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹുഡിയൊക്കെ ഇട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഫുൾ ടൈം ഇരുന്ന് കോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനൊന്നുമല്ല. ഇപ്പൊ നടക്കുന്ന സൈബർ തട്ടിപ്പൊക്കെ ഇല്ല. അത് ജസ്റ്റ് ബേസിക് നോളജസ് ആണ്. നിങ്ങളെ എങ്ങനെ വലിയതാക്കാം എന്നുള്ള ജസ്റ്റ് ബേസിക് നോളജ് വെച്ചിട്ടാണ് അവരതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഒരു വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ഹാക്കേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ആൻഡ് നമ്പർ 3, ഒരു ഫയർവാൾ കൊണ്ട് നമ്മൾ സേഫ് ആയെന്നുള്ളത്. ഒരു ഫയർവാൾ കൊണ്ട് നമ്മൾ ഒരിക്കലും സേഫ് ആകുന്നില്ല. ഈ ഫയർവാൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ നെറ്റ്വർക്കിലെ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് ട്രാഫിക്സിനെ മാത്രമേ ഫിൽറ്റർ ചെയ്യുന്നുള്ളൂ. അതും സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് വെച്ചിട്ട് നിങ്ങളുടെ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് ട്രാഫിക്സിനെ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫിഷിംഗ് ഒന്നും ഒരിക്കലും തടയാൻ പറ്റത്തില്ല. ഫയർവാൾ കൊണ്ട് മാത്രം നമ്മൾ സേഫ് ആകുന്നില്ല എന്ന് മനസ്സിലാക്കുക. ആൻഡ് മിത്ത് നമ്പർ 4, നിങ്ങൾ ഫോണിൽ നിന്നാട്ടെ ലാപ്പിൽ നിന്നാട്ടെ ഏത് ഇലക്ട്രിക് ഡിവൈസിൽ നിന്നായിക്കട്ടെ ഒരു ഡേറ്റ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമായി പോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിക്കലും അങ്ങനെ പോകത്തില്ല. ഡേറ്റാസ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്കിടയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് ഡിലീറ്റ് ചെയ്ത ഡേറ്റാസ് റിക്കവർ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം. ഒരു ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ എന്താണെങ്കിലും നിങ്ങൾ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി പോകുന്നില്ല. അതൊരു ഫോറൻസിക് ടൂൾസ് ഉപയോഗിച്ച് സുഖമായിട്ട് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് മിത്ത് നമ്പർ 5, ഇപ്പോൾ നിങ്ങളെ ഹാക്ക് ചെയ്താൽ നിങ്ങൾ അറിയുന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല ആ കാര്യം. കാരണം ഒരു പ്രൊഫഷണൽ ഹാക്കർ എപ്പോഴും ജൽദി ആയിരിക്കും. ജൽദി മീൻസ് അവരിപ്പോൾ നിങ്ങളൊരു മാൽവെയർ ഇൻജെക്ട് ചെയ്തെന്ന് വെച്ചോ, അത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന നിങ്ങൾ ഒരിക്കലും അറിയത്തില്ല. കാരണം അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇറക്കാൻ അവരെ കൊണ്ട് പറ്റും. ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ അറിയാത്ത ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ റൺ ആകും. ഓവറായിട്ട് ബാറ്ററി ഡ്രെയിൻ ശരിക്കും ശ്രദ്ധിക്കണമായിരുന്നു. ഓവറായിട്ടുള്ള ബാറ്ററി ഡ്രെയിൻ, ഡേറ്റ യൂസേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നോട്ടീസ് ചെയ്യുക. മിക്ക ഹാക്കേഴ്സും അത് ഒരിക്കലും അത് വെളിയിൽ കാണിക്കുന്ന രീതിയിലായിരിക്കത്തില്ല. നിങ്ങൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നോക്കേണ്ടി വരും. പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് 10 സൈബർ സെക്യൂരിറ്റി മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൈബർ വേൾഡിലേക്ക് ഇറങ്ങുക. കാരണം നിങ്ങൾ ഇപ്പം എല്ലാ കാര്യങ്ങളും ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്താൽ നിങ്ങളുടെ ഡേറ്റാസ് എടുത്തിട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ബിഗ് ടെക് ജയൻസിന്റെ സർവൈലൻസിലാണ്. സോ നിങ്ങളുടെ ഡേറ്റാസ്, നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട നിങ്ങളുടെ കടമയാണ്. ആൻഡ് ഇപ്പോഴത്തെ കാലത്ത് സൈബർ ക്രിമിനൽസിന്റെ എണ്ണം കൂടി വരികയാണ്. കാരണം നിങ്ങളെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പം ടെക്നോളജി വഴിയായിരിക്കും. സോ